ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇതെന്തുകൊണ്ടുണ്ടായി, ഇതെന്തായിരിക്കും ഈ സിനിമ എന്ന്. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും ബച്ചിയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ വലയത്തിൽ ആ ഉറക്കി കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങിയിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്, ഒരു ഫെയറി ടൈൽ, ഒരു ഫോക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫേബിൾ പോലെയൊക്കെ ഒരു സിനിമ, ഒരു നാടോടി കഥയാണ്. മിസ്റ്റർ വാലിബാൻ കോൺടെസ്റ്റിന്റെ ഈ ഫോട്ടോ സെഷൻ ഇവിടെ ലാലറ്റിന് വേണമെങ്കിൽ അവർ സ്ട്രോങ് ആൻഡ് പോസ്റ്റ് കാണിക്കാൻ വേണ്ടി കുറച്ചടുത്ത് ഞാൻ ഫോണിൽ വരും. താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ഓളവും തീരും. നമുക്കറിയാം, മലയാള സിനിമയെ പ്രിയൻ മേനോൻ സാർ വാതിൽ ചിത്രീകരണത്തിലേക്ക് മുഴുവനായിട്ട് കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു സിനിമ. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആ സിനിമ വീണ്ടും MT സാറിൻ്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ നിൽപ്പെടുന്നു. അത് നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാർ അത് സംവിധാനം ചെയ്ത ആ സിനിമയിൽ മധുസാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രി എന്ന് വിളിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയ ലോട്ടറി എന്ന് ഞാൻ പറയാനില്ല. അതിൻ്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ലിജോയുടെ ഈമയവും ചെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ ജോസ്. അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ കോളനിക്ക് അപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു വെയിറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായിലെത്തുന്നു, ലിജോയെ കാണുന്നു. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റ്
എന്തായിരുന്നു ലിജോ എനിക്ക് വേണ്ടി കാത്തു വെച്ചത്? ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയും ഫുള്ളായിട്ട് യാത്രയും ചേട്ടന് ആ ഒരു സമ്മാനം കിട്ടിയതുപോലെ ഒരുപാട് ആക്ടേഴ്സിനും അതേ സമ്മാനം തന്നെ കിട്ടട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു മൂവി നല്ലൊരു തുടക്കമാവട്ടെ. ടു റീച്ച് ഹയർ സക്സസ്. താങ്ക് യു വെരി വെരി മച്ച്. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇവിടെ നൃത്തം ചെയ്ത ഷനാലി ഒരു മറാത്തിയിലുള്ളൊരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് ലിജോയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മിസ്റ്റർ മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായാൽ പോലും രാജീവ് ഒക്കെ ഉണ്ട്. ഓരോരുത്തരെ പറയുന്നില്ല, എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു 10,000-2000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. ജോൺ, താങ്ക് യു ജോൺ. സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിൽ എന്താ പറയേണ്ടത്, പിന്നെ ഇതിലെ ഗാനങ്ങൾ ഷമീഫാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. റാപ്പ് എന്നുള്ള പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകൻ്റെ കൂടെയും നല്ലൊരു പ്രൊഡക്ഷൻ്റെയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിലും ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പോൾ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, ഈ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾ നേരിടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു വളരെയധികം പറയാതെ രഹസ്യങ്ങളുള്ളൊരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിൻ്റെ തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാര്യം നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ടൈറ്റിൽ ചെയ്തിറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു മീഡിയയൊക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലാലേട്ടൻ പറഞ്ഞു ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവരും ഓൾറെഡി കേട്ടു. പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി ലാലേട്ടൻ 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി അതിൻ്റെ ഒരു താളമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ദേഹത്ത് തട്ടി പണ്ട് നമ്മളിങ്ങനെ തട്ടിപ്പാടില്ലേ, താളമില്ലാണ്ട് എങ്ങനെ പാടും? അപ്പൊ പാട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നുണ്ടോ അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടല്ലേ? താങ്ക് യു. Thank you so much. The first time we witnessed the teaser was in the
request you to kindly come back because നമ്മൾ ഏറെക്കുറെ കാത്തിരിക്കുന്ന ആ നിമിഷമാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. സോ December 6th, 2023 ദ ഫസ്റ്റ് ടീസർ നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അന്ന് തൊട്ട് എപ്പോൾ ഒരു ടീസർ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതിൽ എന്താണ് നെക്സ്റ്റ് കാണാൻ പോണേ. I'm very sorry. Thank you so much. ഇവിടെ പാടിയതിന്, പാട്ട് കേട്ടതിന്, ഇതിൽ ഇവിടെ ഡാൻസ് ചെയ്തതിനൊക്കെ ഞാനത് എക്സൈറ്റ്മെൻറ്റിൽ ഞാനും എക്സൈറ്റഡ് ആണല്ലേ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ്. സൺ സോ ബ്യൂട്ടിഫുള്ളി 2 പേരും 3 പേരും ഞാനും. Thank you very much. Thank you, Lata sir. Again, the experience has been amazing. It's an honor. Thank you, Fulma ma'am, for all the knowledge that you have given me. This is the best. I felt lucky because the first day I met her and she threw all the knowledge at me and I was like, I can do anything now. Oh. So that was amazing. And I can't express in words the gratitude that I feel. I thank my lovely family, my wife and my son for believing in me and believing in my talent and supporting me. And finally, Malaikote Valiban has taught me something that I will always keep with me. If you decide to do something, you can do it. And you will do it. Thank you, Malaikote Valiban, for that lesson. And thank you, everyone. Thank you very much. Thank you both of you. I don't want you all to go back because we're going to have Sonali with us on the stage. Ladies and gentlemen, let's hear it first. Thank you very much. This was the hug we were all waiting for. The earring as well. Jhumka gira re. You want to dance once more? Should I dance once more? Of course, everybody will say yes for sure. I think we should watch what happens in the film. So I will leave once more and many more times for you all to go and watch the cinema on the big screen. Enjoy this song and the rest of the film. Sonali is saying that this is your first South Indian language movie. So how was it working with a hit maker Lijo sir and the legendary Lalit? How was it? Unreal, surreal, unbelievable. Although I've done some films back home, coming out of your comfort zone into a new world altogether is a huge challenge. But Lijo sir he just flows like water and he lets everyone in the flow and the journey and you don't know what you end up doing. So we all surrendered to his vision, his magic on screen, and trust me, what you're going to witness from the 25th of Jan is something that we in Indian cinema have not witnessed. So this journey has been like a dream come true. പോണ്ടിച്ചേരിയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് സിഞ്ചി. ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയിരുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. അതിന്റെ ഭാഗമായി ലൊക്കേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് 2000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അങ്ങോട്ട് ചെന്നിറങ്ങുന്നേ ഉള്ളൂ. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും കൂടെ ലാൽ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരെയും കടന്നലാണോ തേനീച്ചയാണോ ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്നിരുന്ന ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്നവർ ആ മൊബൈൽ വാങ്ങിച്ച് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാർ നോക്കിയപ്പോൾ മേളിൽ ഒരു കടന്തൽ കൂട് കണ്ട് അതിലേക്ക് 4 കല്ല് വലിച്ചിരുന്നു. ആ കടന്തലെല്ലാം കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എൻ്റെ മകൻ്റെ മുഖമാണ്. എൻ്റെ മകനാണ് പെട്ടെന്ന് മനസ്സിലാകുന്നതുപോലെ കടന്തൽ ചുറ്റിയിരിക്കുന്നത്. മാത്രവുമല്ല മണികണ്ഠൻ, എൻ്റെ മുമ്പിൽ മണികണ്ഠൻ ഇവിടെ ഉണ്ട്. മണികണ്ഠൻ്റെ അവസ്ഥയും അത് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ട ഭയം തോന്നുന്ന നിലയിലേക്ക് മാറിയത്. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലൊരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേരോ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച്, സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ സർ ഇത് ഒട്ടും ബോറടിക്കുന്നതായിട്ടല്ല. ബട്ട് വി വുഡ് ഓൾ ലവ് ടു ഹിയർ ദി എക്സ്പീരിയൻസസ്. പക്ഷെ സർ ഇത് വേറെ ദിവസം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ഓഫ് ദാറ്റ്, ഇത്രയും ഒരു മനോഹരം ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന മൂവിയുടെ ഭാഗമായിട്ട് താങ്ക് യു സോ വെരി മച്ച്. ഐ റിക്വസ്റ്റ് യു ടു സ്റ്റേ ബാക്ക് ബിക്കോസ് വി ആർ ഗോയിങ് ടു ഇൻവൈറ്റ് ദ മാൻ ബിഹൈൻഡ് ദ മാജിക്. മാൻ
the Midas touch. അക്ഷരാർത്ഥത്തിൽ അതാണ് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വിശേഷണം. കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഓർക്കുക, അതിനോടൊപ്പം സാമ്പത്തിക വിജയം നേടുക. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിവുള്ള അപൂർവത്തിൽ അപൂർവമായ ഒരു സംവിധായകനാണ് അദ്ദേഹം. Ladies and gentlemen, with a huge round of applause, let us welcome on stage the king of experimental cinema, the master of chaos, the one and only Lijoo Jose Pellicer. നമസ്കാരം. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പടം ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമുക്കൊപ്പം ഷെയർ ചെയ്യാമോ? എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എടുത്ത് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് ആ അനുഭവം. കണ്ടത് നിജം, കാണാത്തത് പോയി, കണ്ടതെല്ലാം പോയിരുന്നു, ഇനിയാണ് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം പറഞ്ഞു പോകാൻ പാടില്ല. സാറിനോട് ഐ എം ഷുവർ സർ could also ask something to the man behind the magic. ഞാനതിൽ പറഞ്ഞില്ലേ, ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റിനകം കഥ തീർന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ലാംഗ്വേജിൽ കൂടി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസമാണ്. Thank you very much, sir. Thank you so very much. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സിനിമ വരുമ്പോൾ we can expect magic in your movies. Thank you so much. Be seated. Thank you. നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കയ്യിലടക്കിയ പ്രശാന്ത് പിള്ളയാണ് ഈ ചിത്രത്തിനും സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ കാരണം കൊണ്ട് he is not being able to come here, but he definitely has a beautiful message to share with all of us. Let's hear him out. Hey, my name is Prashant Pillai and I am the music composer for Lijo's Mohanlal's Avtaram Malikote Valiban. Working with Lijo has always been fun. Almost all my best works have come when I have collaborated with him. The reason for it is that he knows what my sound is and I know what sound he truly wants. And that understanding comes from our fondness for each other's work, for each other's personal life choices, for each other's creative skills. And I'm glad we started off with Nayagan, and from there on we tried experimenting new ideas, new thoughts, new concepts, new sounds, and all the way until Amin became the benchmark film to be known for our work, and then Anguvali Diaries, and then Jallikattu, and so on. Malikote Valiban is definitely a very unique film in my kitty whilst working with Lijo, because it's the first time we have or rather we have collaborated with the writer Rafiq. So Rafiq had some fantastic tunes in the beginning and we were able to take those tunes and take it up and make it more interesting, and those are some of the songs which you all are still loving in today. One of them being Raak and the other one being Onnarukatile, which is, you know, such a lovely old school nostalgia song. Now in terms of the songs that I worked with Lijo on this one, specifically for this film, it is Shabnami, which is our tribute to R.D. Burman, and R.D. was such a great inspiration for all of us. We wanted to do a song which encapsulated the idea of the 70s, 80s, disco funk, disco rock and roll genres blended in together. And we were happy that we could crack this sound for the song Shabnami, and one of my favorite songs in the album, which is Madhvare Naina, which originally was written and composed in Hindi, and today we have
a Malayalam version and a surprise Hindi version, which is sung by Suresh Varkarji, and that was a unique and a interesting experience. You know, he was so happy that he could do something like this for a Malayalam film, and we could capture you know, the pure essence and the pure honey in his voice, as we call it. It's something that you will cherish for a long time, as much as we did. So this album, like all the other previous works, every track has got its own unique story. It's a very short time I have over here to you know, to take you through the entire making and the process of it. Maybe I'll keep that for some other day. I hope you all enjoy today's evening and have a great night, and please do come and watch Malai Kote Valiban in theaters. It's going to be one hell of an experience. And when I say one hell of an experience, it is something that you are truly going to feel from deep down. Have a good one, guys. Bye.